ഫണ്ട് തിരിമറിയിൽ CPM പയ്യന്നൂർ MLA ഉൾപ്പെടെ ഉള്ള ജില്ലാ നേതൃത്വത്തിനെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ച വി കുഞ്ഞികൃഷ്ണനെതിരെ നടപടിക്ക് സാധ്യത വരുന്നു. വി കുഞ്ഞികൃഷ്ണനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയേക്കും. CPM സംസ്ഥാന കമ്മിറ്റി നടക്കുന്നതുകൊണ്ട് തിരുവനന്തപുരത്താകും തീരുമാനം എടുക്കുക. കണ്ണൂരിൽ നിന്ന് അജീഷ് ജയകുമാർ ചേരുന്നു. അജീഷ്, ഗുഡ് മോർണിംഗ്. ഏത് സാഹചര്യത്തിലാണ് ഈ കുഞ്ഞികൃഷ്ണൻ ഇത്ര കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു? സാധാരണ പാർട്ടി നിയന്ത്രണങ്ങൾ നിൽക്കുന്ന ഒരു പ്രവർത്തകൻ, ഒരു സഖാവ് ധൈര്യപ്പെടാത്ത കാര്യങ്ങളാണ് അജീഷ് ജയകുമാർ ഇന്നലെ കുഞ്ഞികൃഷ്ണൻ തുറന്നടിച്ചത്. അജീഷ് ജയകുമാർ പറയും. തീർച്ചയായും. കാരണം വർഷങ്ങളായി തന്നെ പാർട്ടിക്ക് അകത്ത് നിൽക്കുന്ന ഒരു വിഷയമായിരുന്നു ഇത്. എന്തായാലും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സമയത്താണ് ജില്ലാ കമ്മിറ്റി അംഗം വി കുഞ്ഞികൃഷ്ണൻ പാർട്ടിക്കെതിരെ പാർട്ടിക്ക് അകത്ത് നടക്കുന്ന ഈ സംഭവങ്ങൾ തുറന്നു പറഞ്ഞു. നമുക്ക് അദ്ദേഹം നമ്മളോടൊപ്പം ഉണ്ട്. ഈ ഇത്തരത്തിലൊരു സംഭവം തുറന്നു പറഞ്ഞു. ഇനി എന്താകും ഉണ്ടാകാൻ പോകുന്നത് എന്നതിനെ പറ്റിയിട്ട് ആലോചിച്ചിട്ടുണ്ടോ? അതിലൊരു ആശങ്ക എനിക്കില്ല. സ്വാഭാവികമായി പാർട്ടി നടപടി വരും, അത് അംഗീകരിച്ചു പോവുക എന്നത് മാത്രമേ ഉള്ളൂ. പാർട്ടി പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള ആലോചനയിലാണ് എന്ന് കേൾക്കുന്നുണ്ട്. അത് അറിയില്ല. ഇത് ആരെങ്കിലും വിളിച്ചിരുന്നു അതിനുശേഷം, ഈ ആരോപണം ഉന്നയിച്ചതിന് ശേഷം? ഇല്ല, ആരും വിളിച്ചില്ല. ഈ ജില്ലാ കമ്മിറ്റി അടക്കം ആരും വിളിച്ചിട്ടില്ല? ഇല്ല. ഇന്ന് സംസ്ഥാന സമിതി അടക്കം ചേരാനിരിക്കുകയാണ് തിരുവനന്തപുരത്ത്. ഇതുവരെയ്ക്കും ഇന്നലെ ഈ പയ്യന്നൂരിൽ തന്നെ താങ്കളെ ഒറ്റുകാരനെന്ന് ചിത്രീകരിച്ചുകൊണ്ടുള്ള ചില പോസ്റ്ററുകളും ഫ്ലെക്സ് ബോർഡുകളൊക്കെ പ്രത്യക്ഷപ്പെട്ടിരുന്നു. സൈബർ ആക്രമണം എന്ന് പറയുന്നത് വളരെ ശക്തമല്ലേ ഇപ്പോൾ. ബോർഡ് വന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. ബോർഡായിരിക്കും വരുത്താലോ. ഇപ്പോഴും താങ്കൾ ഉന്നയിച്ച ഒരു ആരോപണത്തിൽ അതിൽ ഇതുവരെയ്ക്കും ഒരു പരിഹാരം കാണാൻ സാധിച്ചില്ല. ഇന്നലെ പാർട്ടി തന്നെ ഒരു വിശദീകരണ കുറിപ്പ് ഇറക്കിയിരുന്നു. ശ്രദ്ധയിൽപ്പെട്ടിരുന്നു? അത് വിശദീകരണ കുറിപ്പ് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഇന്ന് ദേശാഭിമാനി പത്രത്തിലുണ്ട്, അത് രാവിലെ വായിച്ചു. അപ്പോൾ അത് പറയുന്നത് പൂർണ്ണമായും ശരിയായ കാര്യമല്ല. ഇപ്പോഴും പാർട്ടി പറയുന്നത് അത് ഫണ്ട് തിരിമറിയൊന്നും ഉണ്ടായിട്ടില്ല, അത് പൂർണ്ണമായും സത്യവിരുദ്ധമാണ്. എന്ന് മാത്രമല്ല, ജില്ലാ സെക്രട്ടറിയുടെ സ്റ്റേറ്റ്മെൻറ്റും ഈ പുതിയ 2 വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കമ്മിറ്റിയിൽ ഞാൻ തെറ്റ് സമ്മതിച്ചു, പിന്നീട് പ്രവർത്തനങ്ങളിൽ സജീവമായി എന്നൊക്കെയാണ്. 2 വിഷയം ഞാൻ ജില്ലാ കമ്മിറ്റിയിൽ ഉന്നയിച്ചപ്പോൾ 2 വിഷയം ഞാൻ ജില്ലാ കമ്മിറ്റിയിൽ ഉന്നയിച്ചപ്പോൾ അവരോട് കമ്മീഷൻ വെക്കുകയാണ് ചെയ്തത്. ആ കമ്മീഷൻ എന്നോട് തെളിവ് ആവശ്യപ്പെടുകയാണ് ചെയ്തത്. സാധാരണഗതിയിൽ പാർട്ടി ഘടകങ്ങളിൽ ഒരു വിഷയം ഉന്നയിക്കുമ്പോൾ തെളിവ് ഹാജരാക്കാൻ ആവശ്യപ്പെടുന്ന ഒരു രീതി ഈ പാർട്ടിക്കകത്ത് എൻ്റെ 50 വർഷത്തെ പാർട്ടി ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് സംബന്ധിച്ച് പാർട്ടിക്കുള്ള വിശദീകരണം നൽകുക, അംഗീകരിക്കാൻ സാധിക്കുന്നതാണ് അംഗീകരിക്കുക എന്ന രീതിയാണ്. അപ്പോൾ ഇത് തെളിവ് നൽകാൻ ആവശ്യപ്പെട്ടു. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നൽകാൻ സാധിക്കുന്ന തെളിവുകൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ പാർട്ടി ഘടകത്തിൽ മാത്രമേ ഉന്നയിച്ചുള്ളൂ. ഞാൻ പുറത്തൊന്നും ഈ ആരോപണം ഉന്നയിച്ചിട്ടില്ല. പാർട്ടി ഘടകത്തിലാണ് ഉന്നയിച്ചത്. പാർട്ടി ഘടകത്തിൽ ഉന്നയിച്ച് നടപടി ഉണ്ടാകാത്തത് കൊണ്ടാണോ ഈ ഒരു ഘട്ടത്തിൽ ഇത് മാധ്യമങ്ങളോട്, ജനങ്ങളോട് തുറന്നു പറയാൻ തീരുമാനിച്ചത്? ഫണ്ട് വിവാദം കുറേ വർഷമായില്ലേ. അത് ഈ തെറ്റ് ചെയ്തവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് പാർട്ടി സ്വീകരിച്ചത്. അപ്പം അതിനെതിരായിട്ടുള്ള പോരാട്ടം അന്ന് മുതൽ ഞാൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അന്ന് ഈ തീരുമാനം എടുത്തപ്പോൾ ആ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് 8 മാസക്കാലത്തോളം ഞാൻ പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിന്നതാണ്. ഒരു പ്രവർത്തനത്തിൽ ഞാൻ പങ്കെടുത്തില്ല. പിന്നീട് പാർട്ടി നേതാക്കന്മാർ വന്ന് സംസാരിച്ച് വീണ്ടും പാർട്ടി പ്രവർത്തനത്തിൽ സജീവമാകുന്ന ഒരവസ്ഥയായിരുന്നു. ഈ ഇന്നലത്തെ ജില്ലാ സെക്രട്ടറിയുടെ സ്റ്റേറ്റ്മെൻറ്റിൽ ഞാൻ തുടർന്നുള്ള എല്ലാ പ്രവർത്തനങ്ങളും സജീവമായിരുന്നു എന്ന് പറയുന്നത് തന്നെ സത്യവിരുദ്ധമാണ്. ആ ജില്ലാ കമ്മിറ്റി യോഗത്തിന് ശേഷം കഴിഞ്ഞ 8 മാസമായി ഞാൻ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല. അങ്ങ് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ തെറ്റ് പറ്റിപ്പോയി എന്ന് പറഞ്ഞതായിട്ട് വിശദീകരണ കുറിപ്പിൽ പറയാം. അതെ, അതാ പറഞ്ഞത്. അത് ശരിയല്ല. ഞാൻ പറഞ്ഞത് ഈ കമ്മീഷന് മുമ്പാകെ തെളിവ് ഹാജരാക്കാൻ എനിക്ക് സാധിക്കാത്തത് കൊണ്ട് ഈ 2 വിഷയത്തിൽ കമ്മീഷൻ്റെ നിഗമനങ്ങളോട് ഞാൻ വിയോജിക്കുന്നില്ല. ഈ പദമാണ് ഞാൻ ആ കമ്മിറ്റി യോഗത്തിൽ ഉന്നയിച്ചത്. അത് മിൻസ് ചെയ്തിട്ടുണ്ടാകും. അപ്പം അതിൽ വ്യത്യസ്തമായി ഒരു കാര്യം ഞാനവിടെ പറഞ്ഞിട്ടില്ല. അതിനുശേഷം ഇങ്ങോട്ട് ഒരു 10-15ഓളം ജില്ലാ കമ്മിറ്റി യോഗമായി ഞാൻ അതിൽ പങ്കെടുത്തിട്ടില്ല. പ്രവർത്തനങ്ങളിൽ ചിലതിൽ പങ്കെടുക്കും, ചിലതിൽ പങ്കെടുക്കാറില്ല എന്നൊരു നിലയാണ് ഞാൻ സ്വീകരിച്ചത്.
പ്രതിപക്ഷത്തിന്റെ കോടാലിയായി അങ്ങ് മാറി എന്നുള്ളൊരു ആരോപണം സാധാരണഗതിയിൽ പാർട്ടി പറയുന്ന ഒരു കാരണം, പാർട്ടിക്കെതിരെ ഒരു പ്രശ്നം പാർട്ടിക്കകത്തുള്ള ഒരാൾ ഉന്നയിക്കുമ്പോൾ അത് എല്ലാ കാലത്തും പാർട്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അത് ഇതിലും പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നതിന് പിന്നിൽ മറ്റെന്തോ ഗൂഢാലോചനയുണ്ടെന്ന് പാർട്ടിയിൽ ചില നേതാക്കളൊക്കെ പറയുന്നുണ്ട്. അല്ല, ഈ തിരയടങ്ങി തോണിയിറക്കാൻ പാടില്ല, സമയം കിട്ടാറില്ല എന്ന് സാധാരണ പറയാറുണ്ടല്ലോ. ഈ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തും ഇതിന് തൊട്ടു മുമ്പാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ്. അപ്പോൾ ആ സമയത്ത് പറഞ്ഞാൽ അത് തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ബാധിക്കും എന്ന നിലയിൽ പറയും. അപ്പം അതുകൊണ്ട് അത് തെരഞ്ഞെടുപ്പുമായി ഒരു ബന്ധവുമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന രീതിയിൽ തെറ്റ് ചെയ്തവർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കാതെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നതുകൊണ്ടാണ് ജനങ്ങളോട് പറയാൻ സന്നദ്ധമായത്. ഞാനൊരു പുസ്തകം എഴുതുന്നുണ്ട്. ആ പുസ്തകം ഇപ്പോൾ അടുത്ത ആഴ്ച അത് പബ്ലിഷ് ചെയ്യും. അതിൽ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു മാധ്യമങ്ങളോട് പറയാൻ തീരുമാനിച്ചത്. നേതൃത്വത്തെ അണികൾ തിരുത്തണം എന്നതാണ് എൻ്റെ പുസ്തകത്തിൻ്റെ തലവാചകം. ഈ സ്വാഭാവികമായിട്ട് പാർട്ടിയുമായി അകന്ന് നിൽക്കുന്ന ആളുകൾ ഈ കോൺഗ്രസും അടക്കമുള്ള പാർട്ടികൾ സമീപിക്കാറുണ്ട്. അങ്ങനത്തിൽ എന്തെങ്കിലും ഒരു ഓഫറുകൾ വല്ലതും വന്നിട്ടുണ്ട്? ഒരാളും സമീപിച്ചിട്ടില്ല. ഇനി ആരെങ്കിലും സമീപിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവരോട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ, അങ്ങനെ സമീപിക്കേണ്ട ഒരു കാര്യമില്ല. ഞാൻ ഏത് പാർട്ടിയുമായും ബന്ധപ്പെടാൻ ഉദ്ദേശിക്കുന്നില്ല, ഒരു പാർട്ടിയുമായും. കാരണം ഇന്ത്യയിൽ ഇന്നുള്ളതിൽ മെച്ചപ്പെട്ട പാർട്ടി CPM ആണ്. ആ പാർട്ടി ശക്തിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അതിന് തെറ്റ് സംഭവിക്കുമ്പോൾ, പോരായ്മകൾ സംഭവിക്കുമ്പോൾ അത് വിമർശനത്തിലൂടെ തിരുത്തിക്കുക എന്നുള്ളത് ഓരോ പാർട്ടി സഖാവിൻ്റെ ഉത്തരവാദിത്വമാണ്. അത് തിരുത്താൻ സാധിക്കില്ലെങ്കിൽ ചിലപ്പോൾ ബംഗാളിൻ്റെ അവസ്ഥ കേരളത്തിലും ഉണ്ടായേക്കാം എന്ന് ഞാൻ ഭയക്കുന്നു. അതുകൊണ്ട് ഞാൻ മറ്റൊരു പാർട്ടിയിലേക്കും പോകാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ ആർക്കെങ്കിലും മോഹമുണ്ടെങ്കിൽ അവർ വരേണ്ടതില്ല എന്നാണ് സൂചിപ്പിക്കാൻ. അന്നത്തെ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ അടക്കം ഈ വിഷയത്തിൽ താങ്കൾ നേരിട്ട് കണ്ട് പരാതിപ്പെടുന്നില്ല. അദ്ദേഹം തന്നെ അന്ന് വാർത്താ സമ്മേളനത്തിൽ അടക്കം പറഞ്ഞത് ഇങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോഴും അത് ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. അല്ല, പാർട്ടി കമ്മീഷൻ നിയോഗിച്ച് കമ്മീഷൻ പറഞ്ഞ ഒരു കാര്യം, ഒരു നയാ പൈസ പാർട്ടിയുടെ നഷ്ടപ്പെട്ടിട്ടില്ല. ഒരാളും വ്യക്തിപരമായി ഒരു നയാ പൈസയും എടുത്തിട്ടില്ല എന്നതാണ്. ഒറ്റ ഉദാഹരണം ഞാൻ പറയാം. തെരഞ്ഞെടുപ്പ് ഫണ്ട് പിരിച്ചതിൻ്റെ റെസീറ്റ് പൂർണ്ണമായും ഇന്നേ വരെ തിരിച്ചു വന്നിട്ടില്ല. ഉപയോഗിച്ച റെസീറ്റ്, ആ റെസീറ്റ് തിരിച്ചു വരാതെ എങ്ങനെയാണ് ഒരു പൈസ നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയാൻ സാധിക്കുക? ഉന്നയിച്ച ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ് വി കുഞ്ഞികൃഷ്ണൻ. എന്തായാലും പാർട്ടി നടപടി ഉറപ്പ് തന്നെയാണ്. കാരണം ഇന്ന് സംസ്ഥാന സമിതി ചേരുന്നുണ്ട്. എന്തായാലും അദ്ദേഹത്തിന്റെ ആരോപണവുമായി ഉറച്ചു നിൽക്കുകയാണ്, മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. പാർട്ടി തിരുത്തലിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു ആരോപണം അല്ലെങ്കിൽ ഇങ്ങനെ ഈ ഒരു ഘട്ടത്തിൽ അത് പുറത്തു പറയേണ്ടി വന്നത് എന്നാണ് വി കുഞ്ഞികൃഷ്ണൻ പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.